അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ടവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ നജ്മ് 42 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ സൂറത്ത് ശരിക്ക് നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത, എന്നാൽ വളരെ ആഴത്തിൽ, സാധാരണ നമ്മൾ ഈ സൂറത്ത് തുടങ്ങുമ്പം വഹിയൊക്കെ പറഞ്ഞ് മിഅ്റാജൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഒരു ആത്മീയതയിലേക്കാണ് പോകുന്നത് എന്ന് കരുതും. പക്ഷേ ഈ സൂറത്ത് ശരിക്കും, ഈ സൂറത്തിൻ്റെ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്ക് വിശ്വാസത്തിലേക്ക് അടുക്കുമ്പോഴും എന്തൊക്കെ വൈകല്യങ്ങൾ, പ്രശ്നങ്ങൾ വരാം എന്ന് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഴത്തിൽ അനലൈസ് ചെയ്യുന്നൊരു സൂറത്താണ് ഇത്. അപ്പോൾ അതിൽ നമ്മൾ ആത്മീയത, വിശ്വാസം, അതിൽ തെറ്റും ശരിയുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഈ സൂറത്ത് പറയുന്നുണ്ട്. അതിൽ വഹിയും മിഅ്റാജൊക്കെ ശരിയായ കാഴ്ചപ്പാടും, വിഗ്രഹാരാധന, അതുപോലെ തന്നെ ശരി തെറ്റുകൾ സ്വയം ഊഹിച്ചെടുക്കുക. ഇന്നതൊക്കെയാണ് ശരി, ഇന്നതൊക്കെയാണ് തെറ്റ്, തെറ്റിന് ഇത്രയൊക്കെ ചെയ്താൽ മതി എന്ന് സ്വയം ഊഹിച്ചെടുക്കുക. അതേപോലെ തന്നെ ഫലാ യുസക്കു അൻഫുസക്കും, സ്വയം നന്നായി എന്ന് തീരുമാനിക്കുക. അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് ഒരാൾ കടക്കുമ്പോഴും വരാൻ സാധ്യതയുള്ള കുറേ കുഴികളെക്കുറിച്ചാണ് ഈ സൂറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈ സ്വയം ഊഹിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയൊക്കെ പ്രവർത്തിച്ചാൽ ഓക്കെയാണ് എന്ന് തോന്നുന്ന, സ്വന്തമായിട്ട് തോന്നുന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ്സിൽ 55 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കുക. 43 മുതൽ 55 വരെയുള്ള ആയത്തുകളിൽ ഇന്നത്തെ ആയത്തിൽ അതേപോലെ തന്നെ മനുഷ്യന് എത്തിപ്പെടാൻ സാധ്യതയുള്ളൊരു പ്രശ്നത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വളരെ ആഴത്തിലുള്ള, നമ്മളെ ജീവിതത്തിനെ കുറിച്ചൊക്കെ ശരിക്ക് വളരെ ആഴത്തിലുള്ള പാഠങ്ങൾ നൽകുന്ന ആയത്തുകളാണ്. ഞാൻ ആയത്ത് വിശദീകരിച്ചിട്ട് അതിൻ്റെ ആയത്തിൻ്റെ അർത്ഥം വിശദീകരിച്ചിട്ട് അതിൻ്റെ ബാക്കി വിശദീകരണത്തിലേക്ക് പോവാം. 43-ാമത്തെ ആയത്ത് വ അന്നഹു ഹുവ അൽഹക വ അബ്ക. അപ്പോൾ വ അന്നഹു എന്ന് പറഞ്ഞാൽ അവൻ തന്നെയാണ്. അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവും, കഴിഞ്ഞ ക്ലാസ് അവസാനിച്ചത് വ അന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏറ്റവും അവസാനം നമ്മൾ പോകേണ്ടത് അള്ളാഹുവിലേക്കാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനെ വെച്ചുകൊണ്ട് വ അന്നഹു അവൻ തന്നെയാണ്, ഹുവ അൽഹക വ അബ്ക. അൽഹക, അൽഹക്ക് എന്ന് പറഞ്ഞാൽ ചിരിക്കുക. നമ്മൾ സാധാരണ ചിരിക്കുക എന്ന് പറയുന്നതാണ് അൽഹക്ക എന്ന് പറയുന്നത്. അബ്ക എന്ന് പറഞ്ഞാൽ കരയിക്കുക. അപ്പം അവൻ തന്നെയാണ് ചിരിപ്പിക്കുകയും കരയിക്കുകയും ചെയ്യുന്നത് എന്നാണ്. ശരിക്കും ഇതിൽ ഈ ചിരിപ്പിക്കുക, കരയിക്കുക എന്ന് പറയുന്നതിന് 2 തലങ്ങളുണ്ട്. ഒന്ന് ചിരിക്കാനും കരയാനും നമുക്ക് തോന്നുന്ന സംഭവങ്ങൾ ഉണ്ടാക്കുക, അത് അള്ളാഹുവാണ്. എന്ന് വെച്ചാൽ നമുക്ക് സങ്കടം തോന്നുന്ന സംഭവങ്ങളും സന്തോഷം തോന്നുന്ന സംഭവങ്ങളും ഉണ്ടാക്കുന്നത് ആരാണ്? അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. രണ്ടാമത് ചിരിക്കുക, കരയുക എന്നത് തന്നെ എന്താണ്? വലിയ അത്ഭുതമാണ്. ശരിക്കും അതിനെക്കുറിച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രമായിട്ടൊരു ക്ലാസ് എടുക്കാം. ഒരാൾ ചിരിക്കണമെങ്കിൽ ശരിക്ക് ചിരിക്കാൻ പാകത്തിലുള്ളൊരു സാധനം മുന്നിൽ നടക്കണം. അത് നമ്മുടെ മനസ്സിൽ മെമ്മറി പോയിട്ട് ന്യൂറോൺസിനെ എന്ത് ചെയ്യണം? ട്രിഗർ ചെയ്യണം. സന്തോഷമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ചിരിക്കണം എന്നുള്ള മെസ്സേജ് നമ്മുടെ മുഖത്ത് കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം 12 മുതൽ 17 മസിലുകളാണ് മുഖത്തെ ചിരിക്കാൻ വേണ്ടി. നമ്മൾ ചിരിക്കുന്നത് ഇങ്ങനെ വെറുതെ ചിരിച്ച് തള്ളുന്ന കാര്യമല്ല. 12 മുതൽ 17 മസിലുകൾ അനങ്ങിയാലേ ഇത് ചിരിക്കുള്ളൂ. ആ മസിലുകൾ അനക്കാൻ ഏകദേശം 1000-ഓളം മോട്ടോർ ന്യൂറോൺസുകൾ. അപ്പോൾ അതാണ് ഒരു ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചിരി എന്തല്ല, ചിരി ഒരു വെറും ചിരിയല്ല. അപ്പോൾ ചിരിപ്പിക്കുന്നത് അള്ളാഹുവാണെന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കാനുള്ള സംഭവം ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. ചിരിക്കാനുള്ള കഴിവ് വരുന്നത് അള്ളാഹുവാണ്. അതേപോലെ തന്നെയാണ് കരച്ചിലിനെ കുറിച്ച് പഠിച്ചാൽ ഇതേപോലെ ധാരാളം. ശരിക്ക് മനുഷ്യൻ കരയുമ്പം അവൻ്റെ ആ സ്ട്രെസ്സ് റിലാക്സ് ചെയ്യുന്ന ഒരു ഹോർമോൺസ് റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ കരയുമ്പോഴാണ് ശരിക്കും നമ്മളെ മനസ്സിനെ കാമാക്കുന്ന, ബോഡിനെ കാമാക്കുന്ന. അപ്പോൾ ഇത് വേറെ തന്നെ ഒരു വിഷയമാണ്. അള്ളാഹു ഉണ്ട്, ദൈവമുണ്ട് എന്നതിന് വലിയൊരു തെളിവാണ് മനുഷ്യന് ചിരിക്കാനും കരയാനും കഴിയുന്നു എന്നുള്ളത്. 44-ാമത്തെ ആയത്തിൽ വ അന്നഹു ഹുവ അമാത വ അഹ്യ, അവൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും. അപ്പം ഇതും വേറെ തന്നെ വിഷയമാണ്. എന്ന് വെച്ചാൽ
മരിക്കാനും ജീവിക്കാനുള്ള കാരണം ഉണ്ടാക്കുന്നതും അള്ളാഹുവാണ്. മരിക്കുക ജീവിക്കുക എന്നുള്ള പ്രോസസ്സും ആരാണ് നിയന്ത്രിക്കുന്നത്? ഇതന്നെ നമുക്ക് എങ്ങനെയാണ് ഒരാൾ ജനിക്കുന്നത്, എങ്ങനെയാണ് ഒരാൾ മരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. ഇത് അള്ളാഹുവാണ്. ഞാൻ ഇത് അർത്ഥം പറഞ്ഞിട്ട് ഇതെന്താണ് ഈ പറയുന്നതെന്ന് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. 45-ാമത്തെ ആയത്തിൽ വഅന്നഹു ഖലഖ സൗജൈനി ദകറ വൽ ഉൻസ, അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. എന്തിനെ സൃഷ്ടിച്ചത്? സൗജൈൻ. സൗജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇണ എന്ന് പറഞ്ഞാൽ പിന്നെ പരസ്പര പൂരകമായ ഒരു സാധനത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെയാണ്, പേരാണ് എന്ത് ഇണ എന്ന് പറയുന്നത്. സൗജൈൻ എന്ന് പറഞ്ഞാൽ പേർസ്, രണ്ട് ഭാഗങ്ങൾ, ആ രണ്ടും കൂടി ചേർന്നാലാണ് എന്ത് ചെയ്യുക, ഒരു ഹോളാകുക. അതിനാണ് സൗജൈൻ എന്ന് പറയുന്നത്. അപ്പം അന്നഹു ഖലഖ സൗജൈൻ, ഇണകളെ പേർസിനെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ദക്കറ വൽ ഉൻസ, അപ്പം എന്തിനാണ് ദക്കറ വൽ ഉൻസ, ആണും പെണ്ണും എന്ന് പറയുന്നത്? ആ ഇണകളുടെ സ്വഭാവമാണെന്ത്, ആണും പെണ്ണും. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനാണ് സൗജ് എന്ന് ഉപയോഗിച്ചത്. അപ്പം ഈ മൂന്നും അപ്പം അള്ളാഹുവാണ് ഇത് സൃഷ്ടിച്ചത്. 46-ാമത്തെ ആയത്തിൽ മിൻ നുത്തുഫത്തിൻ ഇദാ തുംന. നുത്തുഫ എന്ന് പറഞ്ഞാൽ ബീജമാണ്, പുരുഷ ബീജത്താണ് നുത്തുഫ എന്ന് പറയുക. ഇദാ തുംന, അത് സ്രവിക്കപ്പെടുമ്പോൾ. ഭയങ്കര പ്രയോഗമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി ഒരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്നും സ്രവിക്കപ്പെടുന്ന ബീജത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നത് രണ്ട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഉള്ള സൃഷ്ടിപ്പുകളാണ് എന്ന് മാത്രമല്ല, ആ സൃഷ്ടിപ്പുകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കുന്ന ഒരു സൗജിൻ്റെ സ്വഭാവം എന്തുണ്ട്, അതിലുണ്ട് എന്നുള്ളത് വളരെ അത്ഭുതകരമായ സാധനമാണ്. എങ്ങനെയാണ് രണ്ടു പേർക്ക് തമ്മിൽ ആകർഷണം ഉണ്ടാകുന്നത്, സ്നേഹം ഉണ്ടാകുന്നത്, രണ്ടുപേർ തമ്മിൽ ഇണയാകുന്നത്, രണ്ടുപേരുടെ ബോഡി സ്ട്രക്ചറിൽ തമ്മിൽ പരസ്പരം ചേരാനുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ എങ്ങനെ ഉണ്ടാകുന്നത്, ഒരു ദ്രാവകത്തിൽ നിന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ചുള്ളതൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയാൻ മാത്രമുള്ള കാര്യങ്ങൾ അതിലുണ്ട്. സൂറ റൂമിൽ അള്ളാഹ് പറയുന്നുണ്ട്, വമിൻ ആയാത്തിഹി, അവനെ കണ്ടെത്താനുള്ള ആയത്തുകൾ ഒന്നാണ് അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇണയെ ഉണ്ടാക്കി, ലി തസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ, വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ പ്രണയവും കാരുണ്യവും ഇട്ടത് ആരാണ്? അള്ളാഹുവാണ്. എങ്ങനെയാണ്? ഇതാണ് 47-ാമത്തെ ആയത്തിൽ വഅന്ന അലൈഹി നശ്അതൽ ഉഖ്റ, വഅന്ന അലൈഹി നശ്അതൽ ഉഖ്റ. അൻഷഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിപ്പ് എന്നായിരിക്കും നിങ്ങൾ അധിക തഫ്സീറുകളിലും ഉള്ളത്. ഖലക്കാണ് ശരിക്കും സൃഷ്ടിപ്പ്. ഖലക്ക് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിന് ജനറലി പറയുന്ന വാക്കാണ്. അൻഷഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തിനെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് അൻഷഅ എന്ന് പറയാം. വഅന്ന അലൈഹി നശ്അതൽ ഉഖ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഉഖ്റ, പിന്നീടൊരിക്കൽ ഒരാളെ വികസിപ്പിച്ചെടുക്കുന്നതും സൃഷ്ടിക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. എന്ന് പറഞ്ഞാൽ അൻഷഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ട് വളരെ ഗ്രാജുവലി മരിക്കുകയല്ല ചെയ്യുന്നത്, വളരെ ഗ്രാജുവലി മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നു എന്നത് കുറിക്കുന്ന പദമാണ് എന്ത്? അൻഷഅ എന്നുള്ളത്. 48-ാമത്തെ ആയത്തിൽ വഅന്നഹു ഹുവ അഗ്ന വഅഖ്ന, അവൻ തന്നെയാണ് അഗ്ന. ഗിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഗനി എന്ന് നമുക്ക് ആരെ പറയാം? പണക്കാരെയാണ് സാധാരണ അനി എന്ന് പറയാം. ഗിന എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ തീർന്ന അവസ്ഥയെക്കുറിച്ചാണ് ഈ ഗിന എന്ന് പറയാം. അപ്പോൾ ഏതിൻ്റെ കാര്യത്തിലും, സമ്പത്തിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലും ഒരാൾക്ക് ആവശ്യങ്ങളില്ല, എല്ലാം ഉള്ള ആളെയാണ് ഗിന എന്ന് പറയാം. അന്നഹു ഹുവ അഗ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ആവശ്യങ്ങൾ തീർക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. അക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്തി അടയലാണ്, കിട്ടിയതിൽ തൃപ്തി അടയലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് ഒരാൾക്ക് ആവശ്യങ്ങൾ തീർത്തു കൊടുക്കുന്ന, സമ്പത്തായാലും എന്തായാലും കൊടുക്കുന്നത്. അത് കൊടുത്തോണ്ട് കാര്യമില്ല, സമ്പത്ത് ഉണ്ടായാൽ ചിലപ്പോൾ തൃപ്തി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അയാൾക്ക് തൃപ്തി ഉണ്ടാക്കുന്നതും ആരാണ്? അള്ളാഹുവാണ് എന്നുള്ളതാണ്. എന്നിട്ട് 49-ാമത്തെ ആയത്തിൽ അന്നഹു ഹുവ റബ്ബു ഷിഅറ. ഷിഅറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയസ് എന്ന് പറയുന്ന സ്റ്റാറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വിഗ്രഹാരാധന പറയുമ്പോൾ പറഞ്ഞിരുന്നു, മക്കക്കാർക്ക് അറബികൾക്കിടയിൽ അവർ ആരാധിച്ചിരുന്ന ഭയങ്കര വലിയ സംഭവമായിട്ട് കണ്ടിരുന്ന ഒരു നക്ഷത്രമാണ് ഷിഅറ നക്ഷത്രം, സിറിയസ്. കാരണം അത് സയൻറ്റിഫിക്കലി തന്നെ അത് സൂര്യനേക്കാൾ ഏകദേശം 20 മടങ്ങ് വലുതും 50 തവണ സൂര്യനേക്കാൾ വെളിച്ചം നൽകുന്ന ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന് അറബികൾക്കിടയിൽ വല്ലാത്തൊരു പവിത്രത കണ്ടിരുന്നു. അള്ളാഹ് പറയുന്നത്, നിങ്ങൾ പവിത്രത കാണിക്കുന്ന
ഞാനല്ലാതെ മറ്റൊരു ഇലാഹിൻ്റെ തലത്തിൽ കാണുന്ന ഇതിൻ്റെ റബ്ബ് ആരാണ്? ഞാനാണ് എന്നുള്ളതാണ്. നമ്മളുടെ ബന്ധം ഞാൻ പറയാം. 50-ാമത്തെ ആയത്തിൽ അന്നഹു അഹ്ലക ആദൽ ഊല, അവൻ തന്നെയാണ് എന്ത് ചെയ്തത്? ഇതിനു മുന്നേ ആദിമ ജനതയായ ആദിനെ നശിപ്പിച്ചതും ആരാണ്? അള്ളാഹുവാണ്. അപ്പം നിങ്ങളിങ്ങനെ വിഷയം വിട്ടിട്ട് വേറെ എവിടെയോ ചിരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആദ്യ സമൂഹത്തിൻ്റെ അടുത്തേക്ക് എവിടത്തേക്കായി പോണേന്ന് ആലോചിക്കണ്ട. ഞാൻ പറയാം, അതിനെ മൊത്തം കണക്ട് ചെയ്തിട്ട് പറയാം. 51-ാമത്തെ ആയത്തിൽ സമൂദ ഫമ അബുക്ക, സമൂദിനെയും നശിപ്പിച്ചത് ആരാണ്? അള്ളാഹുവാണ്. ഫമ അബുക്ക, എന്നിട്ട് ഒരാളെയും അവൻ എന്ത് ചെയ്തില്ല? ബാക്കി വെച്ചില്ല. 52-ാമത്തെ ആയത്തിൽ കൗമ നൂഹിൻ മിൻ കബിൽ, നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയെയും നശിപ്പിച്ചത് ആരാണ്? അള്ളാഹുവാണ്. ഇന്നഹും കാനൂഹും അളുലമ വ അത്അ, അവരുടെ പ്രശ്നം എന്തായിരുന്നു? ഒന്ന് ദുൽമാണ്. ദുൽമ എന്ന് പറഞ്ഞാൽ എന്താ? അക്രമമാണ്. അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമം തെറ്റിക്കലാണ്. അവരുടെ പ്രശ്നം ഒന്ന് ക്രമം തെറ്റിക്കലാണ്. തക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിര് കടക്കലാണ്. വെച്ച പരിധികൾ കടക്കലാണ് അതിര്. ഇതായിരുന്നു അവരുടെ പ്രശ്നം. 53-ാമത്തെ ആയത്തിൽ വൽ മുഅ്തിഫകത വൽ മുഅ്തഫികത അഹ്വ, ഈ ഇഫ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും തലകീഴായി മറിച്ചിടുന്നതിനെയാണ് ഇഫ്ക് എന്ന് പറയുക. ഇവിടെ ഈ ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ജനതയെക്കുറിച്ചാണ് പറയുന്നത്. കീഴ്മേൽ മറഞ്ഞ രാജ്യത്തെയും അള്ളാഹു നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മൊത്തം രാജ്യത്തിനെ തന്നെ അള്ളാഹു, ഒരു സ്ഥലത്തെ തന്നെ അള്ളാഹു ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കീഴ്മേൽ മറഞ്ഞു എന്നാണ്. എന്നുവെച്ചാൽ ഫിസിക്കലി അല്ല, ധാർമ്മികമായിട്ട് എന്താണ്? ആണിനെ ലൈംഗികമായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ചാൽ കീഴ്മേൽ മറഞ്ഞു എന്നതുകൊണ്ടാണ് അവിടെ അത് പ്രയോഗിക്കുന്നത്. 54-ാമത്തെ ആയത്തിൽ ഫഹഷാഹ മാ ഹഷ, അങ്ങനെ ആ പ്രദേശത്തെ അള്ളാഹു എന്ത് ചെയ്തു? എന്തുകൊണ്ടാണോ ആവരണം ചെയ്യേണ്ടത് അതുകൊണ്ട് മൂടി. 55-ാമത്തെ ആയത്തിൽ ഫബി ഐ ആലാഇ റബ്ബിക തതമാറ, അള്ളാഹ് അവസാനിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നത് ഏത് ആലാഇനെ കുറിച്ചാണ് നിങ്ങൾക്ക് സംശയം? ആലാ എന്ന് പറഞ്ഞാൽ എന്താണ്? ആലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുഗ്രഹം എന്നാണ് നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേഷനിൽ കാണുക. ആലാ അനുഗ്രഹം എന്ന അർത്ഥത്തിനേക്കാൾ ആലായിന് ചേരുക ഒരു നമുക്ക് സമ്മതിക്കാൻ വേറെ ഒരു വഴിയുമില്ലാത്തത്ര വലിയ ആയത്തുകൾ, അതാണ് ആലാ എന്ന് പറഞ്ഞാൽ. മനുഷ്യരെ ശരിക്ക് പിന്നെ അള്ളാഹിനെ സമ്മതിച്ചു പോകുന്നത്ര വലുപ്പവും ഭയങ്കരവുമായിട്ടുള്ള ആയത്തുകളെ കുറിച്ചാണ്, ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് ആലാ എന്ന് പറയുക. അള്ളാഹുവിൻ്റെ ഏത് ഇത്തരം അടയാളങ്ങളെയാണ് നിങ്ങൾ പിന്നെ സംശയിക്കുന്നതെന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ വിഷയം? കുറേ വിഷയങ്ങൾ പറഞ്ഞ മാതിരിയാണ് തോന്നുക. ഖുർആൻ നമ്മളങ്ങനെ ഓതുമ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഖുർആന് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അത് നമ്മളെ പ്രശ്നമാണ്, ഖുർആൻ്റെ പ്രശ്നമല്ല. ഇത് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള നമ്മളെ മനുഷ്യൻ്റെ നിലപാടിൻ്റെ വലിയൊരു പ്രശ്നം പറയുന്ന ആയത്തുകളാണ്. എന്താണ് ഇതിൽ പറയുന്നത്? അള്ളാഹു നമുക്കറിയാം ഈ സൂറത്തിൽ പറയുന്നത് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ഊഹം കൊണ്ട്, അതേപോലെ തന്നെ ദേഹേച്ഛ കൊണ്ട്, ഈ ലോകത്തിൽ പരിമിതമായ അറിവുകൾ കൊണ്ട് ധാരാളം നിലപാടുകളിൽ എത്തുന്നു. എന്നിട്ട് അള്ളാഹ് അവരോട് മറുപടി പറയുന്നത് ചിരിയും കരച്ചിലും ജനനവും മരണവും ആണും പെണ്ണും ഈ ലോകവും പരലോകവും സമൃദ്ധിയും സംതൃപ്തിയും ഇതൊക്കെ നിയന്ത്രിക്കുന്ന ആരാണ്? അള്ളാഹുവാണ്. അപ്പം ഈ നിയന്ത്രണം മനസ്സിലാക്കാതെ ഉള്ളത് നിലപാടിൻ്റെ ഉദാഹരണമായിട്ടാണ് പിന്നെ എന്തിനെ കുറിച്ച് പറയുന്നത്? ഷിറ നക്ഷത്രത്തിനെ ആരാധിക്കുന്നവരെ കുറിച്ച് പറയുന്നത്, ആദ് സമൂഹത്തിനെ കുറിച്ച് പറയുന്നത്, സമൂദ് ഗോത്രത്തിനെ കുറിച്ച് പറയുന്നത്, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗോത്രത്തെ കുറിച്ച് പറയുന്നത്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഗോത്രം. ഇവരുടെയൊക്കെ പ്രശ്നം അള്ളാഹു ആണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന നിലപാട് മനസ്സിലാകാതെ എടുത്ത നിലപാടുകളുടെ ഉദാഹരണമായിട്ട് സമൂഹങ്ങൾ പറയാണ്. അവരോട് അള്ള എടുത്ത നിലപാട് എന്താണ്? അവരെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ നിലപാടിനെ കുറിച്ച് തന്നെ പറയുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ദുൽമാണ്, എന്താണ്? ക്രമം തെറ്റിക്കുക. 2 തകയാണ്, അതിര് കടക്കുക. 3 ഇഫ്കാണ്, തല കീഴ്മേല് മറിക്കുക എന്നുള്ളതാണ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം ഇവിടെ ശരിക്കും നമ്മൾ സൂക്ഷിച്ച് വായിച്ചു കഴിഞ്ഞാൽ ഈ ആയത്തുകൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് വൈവിധ്യങ്ങളാണ്. എന്ന് വെച്ചാൽ പൊളാരിറ്റിയാണ്, ഡുവാലിറ്റി നമ്മൾ പറയില്ല. എന്താണ് പിന്നെ ദ്വൈതഭാവം. ദ്വൈതഭാവം എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ്, ചിരി കരച്ചിൽ, സങ്കടം പിന്നെ സന്തോഷം, പിന്നെ എന്താണ് പരലോകം ഇഹലോകം. ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്ന് പറയുന്നത് ഈ മൾട്ടിപ്ലിസിറ്റിയാണ്, വ്യത്യസ്തതയാണ് ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു ആണ്. നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ
രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പം അതിലേതെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്തിട്ട് തെറ്റായിട്ട് നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് അള്ളാഹു ഇവിടെ ലുൽമ് എന്ന് പറയുന്നത്. ക്രമം തെറ്റിക്കുക എന്ന് പറയുന്നതും അതിര് കടക്കുക എന്ന് പറയുന്നതും അതിനെക്കുറിച്ചാണ്. ആദ്യ സമൂഹത്തിൻ്റെ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് ധാരാളം പണവും സമ്പത്തും ഉണ്ടായിരുന്നു, സമൃദ്ധി. ആ സമൃദ്ധിയിൽ മാത്രം ഫോക്കസ് ചെയ്തപ്പം ആരാണ് സമൃദ്ധി തന്നത് എന്നതും നാളെ ഇതേ റബ്ബ് ആ സമൃദ്ധി എടുത്തു കളയുമെന്നതും മറന്നുപോയതാണ് ആദ്യ സമൂഹത്തിൻ്റെ പ്രശ്നം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയുടെ പ്രശ്നം എന്തായിരുന്നു? ആണും പെണ്ണും എന്ന വ്യത്യസ്തതയിൽ അത് അള്ളാഹു ആണ് ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കാതെ, ആ വ്യത്യസ്തതകളെ ഡുവാലിറ്റിനെ മനസ്സിലാക്കാതെ അതിലൊന്നിൽ ഫോക്കസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? തെറ്റായ നിലപാടെടുത്തതിനെ കുറിച്ച് പറയാണ്. നൂഹ് നബി അലൈഹി സ്വലാം ഷിറ നക്ഷത്രത്തെ ആരാധിക്കുന്നവരുടെയൊക്കെ പ്രശ്നം എന്തായിരുന്നു? ഇഹലോകവും പരലോകവും എന്ന വ്യത്യസ്തതയെ മനസ്സിലാക്കാതെ അതിലൊന്നിൽ ഫോക്കസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? തെറ്റായ നിലപാടെടുത്തു. ഖുറൈശികളുടെ പ്രശ്നം എന്തായിരുന്നു? ഖുറൈശികളുടെ പ്രശ്നമാണ് ഈ സൂറത്ത് തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? അള്ളാന്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറയുകയും പെൺമക്കളെ കുഴിച്ചിടുകയും ചെയ്യുന്ന ആൺ പെൺ എന്നതിൻ്റെ വ്യത്യസ്തത മനസ്സിലാക്കാതെ അതിനെ തെറ്റായിട്ട് നിലപാടെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ആയത്തുകളും നമ്മളെ മുന്നിലിട്ട് തരുന്നത് മനുഷ്യന് നമുക്കടക്കം വരാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രശ്നം, ലോകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിന് ഒരു ഭാവമല്ല ഉണ്ടാകുക. നമ്മളെ മുന്നിൽ പല ഭാവങ്ങളിലാണ് ലോകം ഉണ്ടാകുക. ശരിക്കും മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ തെറ്റായിട്ടുള്ള നിലപാടിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതേപോലെ ഈ വ്യത്യസ്തതകളൊക്കെ പറയുന്നിടത്ത് ഒരേ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ആ സ്ട്രക്ചർ? നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാത്തിനും ഒരു ഭൗതികമായ ഒറിജിനാണുള്ളത്. അതാണ് ബീജത്തെക്കുറിച്ച് പറയുന്നത്. ബീജം, അതേപോലെ നമ്മളെ സന്തോഷവും സങ്കടവും ഉണ്ടാക്കുന്ന എന്താണ്? സംഭവങ്ങളാണ്, ഭൗതികമായ സംഭവങ്ങളാണ്. എല്ലാ ഇങ്ങനത്തെ ഭൗതിക സംഭവങ്ങളും വ്യത്യസ്തതകളാണ് ഉണ്ടാക്കുന്നത്. ഒരു ബീജം ഉണ്ടാക്കുന്നത് എന്താണ്? ആണും പെണ്ണിനെയാണ്. സംഭവങ്ങൾ കരച്ചിലും ചിരിയുമാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹു ആണ്. ആ നിയന്ത്രണത്തെ മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല എന്നതാണ്. ക്ലിയർ ആണല്ലോ വിഷയം? എന്ന് വെച്ചാൽ ഖുർആൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ ഖുർആൻ ആയത്തുകൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അള്ളാഹു നിരന്തരം പറയുന്ന ഒരു പോയിന്റാണ് എന്ത്? നിങ്ങൾക്ക് സങ്കടവും സന്തോഷവും വരുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏതിൻ്റെങ്കിലും ഒരു ഭാഗത്തേക്ക് പോയിട്ട് നമ്മൾ തെറ്റായ നിലപാടെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ഈ ലോകത്തിനെ കുറിച്ച് ആലോചിച്ചാൽ, ഈ ലോകത്തിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളില്ലാതെ ഈ ലോകത്തിന് നിലനിൽക്കാൻ തന്നെ കഴിയില്ല എന്ന് കാണാൻ പറ്റും. നമ്മളെ മനുഷ്യൻ്റെയും എല്ലാത്തിൻ്റെയും ബേസിക് സാധനം എന്താണ്? ആറ്റമാണ്. ആറ്റത്തിന് ഇലക്ട്രോണും പ്രോട്ടോണും നെഗറ്റീവും പോസിറ്റീവും ഇല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല? ആറ്റത്തിന് നിലനിൽക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ ലോകത്തിന് മൊത്തത്തിൽ ഈ പ്രപഞ്ചങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഗ്രാവിറ്റിയും ഉണ്ട്, എക്സ്പാൻഷനും ഉണ്ട്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചു വലിക്കുന്നതാണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിലേതെങ്കിലും ഒന്നാണ് എന്താ സംഭവിക്കുക? എക്സ്പാൻഷൻ മാത്രമാണെങ്കിൽ ഇവിടെ ഒരു സ്ട്രക്ചറും ഉണ്ടാവില്ല, അങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആകെക്കൂടെ ഗ്രാവിറ്റി മാത്രമാണ് എന്താ സംഭവിക്കുക? ഇത് മൊത്തം കൊളാപ്സ് ആവും. അപ്പോൾ രണ്ട് വ്യത്യസ്തതകളായിട്ട് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ലോകം നിലനിൽക്കുന്നത്. ഓരോ സൃഷ്ടിപ്പിനും ഒരു നശിപ്പിക്കൽ വേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ഫാലിക്കുൽ ഹബ്ബി വന്നവ എന്ന് പറയുന്നത്. അള്ളാഹു ആണ് ധാന്യമണികളെ പിളർക്കുന്നവൻ. ധാന്യമണികളെ പിളർന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അതിൽ നിന്ന് മനുഷ്യർ കഴിക്കാൻ പാകത്തിലുള്ള അരി ഉണ്ടാവുള്ളൂ. ഒരു ചെടി വളരണമെങ്കിൽ ഭൂമി എന്ത് ചെയ്യണം? ഭൂമി പിളർക്കണം. പിളരുക അതേപോലെ തന്നെ വളരുക എന്നുള്ളത് ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണ് എന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ വെളിച്ചവും അന്ധകാരവും ഇല്ലെങ്കിൽ ഈ ലോകത്തിന് എന്ത് ചെയ്യാൻ കഴിയില്ല? നിലനിൽക്കാൻ കഴിയില്ല. നിങ്ങൾ കാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സിംഹവും മാനും ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഒന്നിക്കൽ ഒന്നിൻ്റെ വർഗം വല്ലാണ്ട് കൂടും. ഈ രണ്ട് വ്യത്യസ്തതകൾ, ഡുവാലിറ്റി ഇല്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽക്കാൻ കഴിയില്ല. നന്മയും തിന്മയും ഇല്ലെങ്കിൽ, നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു, തിന്മയില്ലെങ്കിൽ നമുക്ക് വളരാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ തിന്മയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? തിന്മയോടുള്ള പ്രലോഭനത്തിനെ മറികടക്കുമ്പോഴാണ് നമ്മൾ കത്തുക, നമ്മളിൽ സംസ്കരിക്കപ്പെടുക എന്നത് കാണാൻ പറ്റും. ഈ വൈരുദ്ധ്യാത്മകത എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡയലറ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഹെഗല് കൊണ്ടുവന്നിട്ട് മാർക്സ് പറയുന്നത് ഹെഗൽ അതിനെ തലതിരിച്ചിട്ട് എന്നാണ്. ശരിക്കും മാർക്സ് അതിനെ കംപ്ലീറ്റ്ലി ഭൗതികമായി അയച്ചിട്ടുള്ള സാധനമാണ്. അതിൽ പറയുന്നത് എന്താണ്? തിസീസും ആൻറ്റി തിസീസുമാണ്. ഒരു സാധനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു സാധനം ഉണ്ടാകുമ്പോഴാണ് സിന്തസിസ് നടക്കുകയുള്ളൂ, പുതിയൊരു വളർച്ച നടക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സ്വഭാവമാണ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ഖുർആനിൽ ഉടനീളം ഈ സാധനം കാണാൻ പറ്റും. സമാവും അർളും ദക്കറും ഉൻസയും നിരന്തരം. അതിൽ സൂറ റൂമിൽ
19 മുതൽ 30 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു ഇതിങ്ങനെ എണ്ണി എണ്ണി പറയുന്നതായിട്ട് കാണാൻ പറ്റും. യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, മരിച്ചു കിടക്കുന്നതിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്യുന്നു? പുതിയ ജീവൻ ഉണ്ടാക്കുന്നു. വ യുഹ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്നതിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്യുന്നു? മരിച്ചതിനുണ്ടാകുന്നു. എന്നിട്ട് പറയാണ് വമിൻ ആയാത്തിഹി അൻ ഖലഖലകും മിൻ അൻഫുസിക്കും അസ്വാജ, നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഇണ ഉണ്ടാക്കി. ആണ് മാത്രമല്ല, ആണും പെണ്ണും ഉണ്ടാക്കി. വമിൻ ആയാത്തിഹി ഹൽക്കു സമാവാത്തി വൽ അർള്, ആകാശം മാത്രമല്ല എന്തുണ്ട്? ഭൂമിയും ഉണ്ട്. വഖ്തിലാഫു അൽസിനത്തക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷകളിൽ ഒരു ഭാഷയല്ല ഉള്ളത്, ധാരാളം ഭാഷകളാണ്. ഒരു നിറമല്ല ഉള്ളത്, ധാരാളം നിറങ്ങൾ ഈ ലോകത്തുള്ളത് കാണാൻ പറ്റും. വമിൻ ആയാത്തിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ, എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയും പകലും, ഉറങ്ങാൻ രാത്രിയും ജോലി ചെയ്യാൻ പകലും ഉണ്ടാക്കിയ വ്യത്യസ്തതകളില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ലോകത്തിന് നിലനിൽക്കാൻ കഴിയില്ല. വമിൻ ആയാത്തിഹി യുരീക്കുമുൽ ബർക്ക, മിന്നൽ അള്ളാഹു കാണിച്ചു തരുന്നു. ഹൗഫൻ വ തമഅ എന്നാണ് പറയുന്നത്. ആ മിന്നലിൽ തന്നെ 2 വ്യത്യസ്തതകളുണ്ട്. അത് നമ്മളെ പേടിപ്പിക്കുകയും ചെയ്യും, അത് നമുക്ക് എന്ത് ചെയ്യും? പ്രതീക്ഷയും നൽകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഖുർആനിലുടനീളമുള്ളൊരു സാധനമാണ്. ആ വ്യത്യസ്തതകളെ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വെച്ചുകൊണ്ടാണ് അള്ളാഹ് ചോദിക്കുന്നത് ഫബിഐ ആലാഇ റബ്ബിക തതമാറ, പടച്ചവൻ്റെ, ഇങ്ങനെ നിങ്ങൾ ശരിക്കും പ്രപഞ്ചത്തിൽ ഇതിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം എങ്ങനെയാണ് ഇത്രയും വ്യത്യസ്തതകൾ വെച്ചുകൊണ്ട് നിലനിൽക്കുന്നത് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ സംശയിക്കുക എന്ന് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റും ഈ വ്യത്യസ്തതകളെ കുറിച്ച്. തൗഹീദ് തന്നെ എന്താണ്? തൗഹീദ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ ഒരാളുമില്ല, അവൻ മാത്രമേ ഒന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? വ്യത്യസ്തമാണ്. അള്ളാഹു മാത്രമേ എന്തുള്ളൂ? അള്ളാഹ് അല്ലാത്ത വേറൊന്നും, വലം യകുല്ലഹു കുഫുവൻ അഹദ്. പക്ഷെ ബാക്കിയെല്ലാം സൗജയിനാണ്, ബാക്കിയെല്ലാം എന്താണ്? 2ആണ്. രാത്രിക്ക് പകലുണ്ട്, ആണിന് പെണ്ണിൻ്റെ. നമ്മളെ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മളെപ്പോലത്തെ വേറൊരാളും എന്നുള്ളതും, നമുക്ക് പേരുണ്ടാവും. അള്ളാഹ്ക്ക് എന്താണ്? അള്ളാഹ് ഒന്നാണ് എന്ന് പറയുന്നതാണ് കാര്യം. അതുകൊണ്ടാണ് സൂറ ഇഖ്ലാസിൽ നിങ്ങൾ നോക്കി നോക്കുക, കുൽഹു അള്ളാഹു അഹദ്, അവൻ ഒന്നാണ്. അള്ളാഹു സമദ്, സമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ പൊളിക്കാൻ കഴിയാത്ത അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്നിനെയാണ് സമദ് എന്ന് പറയുക. ലം യലിദ് വലം യൂലദ് എന്ന് എന്തിനാണ് അവിടെ പറയുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹിൻ്റെ ഏകത്വം പറയുന്നിടത്ത് അവൻ ജനിപ്പിക്കുന്നില്ല, ജനിച്ചിട്ടുമില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അവന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനം ഇല്ല, വൈവിധ്യങ്ങളില്ല, ഒന്ന് മാത്രമാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്. സൂറ യാസീനിൽ 36-ാമത്തെ ആയത്തിൽ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ എന്ന് പറയുന്നുണ്ട്. സുബ്ഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് വെച്ചാൽ അതുപോലെ വേറെ ആരുമില്ല. ആ പെർഫെക്റ്റായ അള്ളാഹു ആണ് എന്ത് ചെയ്തത്? കുറേയെങ്കിലും ഇംപെർഫെക്ഷൻ ഉള്ള എന്താണ് പേഴ്സിനെ ഉണ്ടാക്കിയത് അള്ളാഹു ആണ് എന്ന് കാണാൻ പറ്റും. മനുഷ്യൻ്റെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം എന്താണ്? ഇത് നമ്മളിങ്ങനെ പറയുന്നതായിരിക്കും ആരെയോ പ്രശ്നമാണ്. ഇത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പം ഈ വൈവിധ്യങ്ങളെ നമ്മളെങ്ങനെയാണ് തെറ്റായിട്ട് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് പറയും. മനുഷ്യൻ്റെ പ്രശ്നം, നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ സാധനമുണ്ട് എന്ന് കാണുന്നതിനേക്കാൾ ഒന്ന് കാണുന്നതാണ് നല്ലത്. ഒരു നല്ല ആൾ അല്ലെങ്കിൽ ഒരാൾ മോശം ആൾ, അതിൻ്റെ ഇടയിൽ കുറച്ച് നല്ലതും കുറച്ച് മോശം എന്ന് പറഞ്ഞിട്ട് അനലൈസ് ചെയ്യാൻ നമുക്ക് എന്തല്ല ഇഷ്ടമല്ല. ഏതെങ്കിലും ഒരു കൺക്ലൂഷനിൽ നമുക്ക് എത്തണം. ഇപ്പോൾ ഇസ്രായേൽ മോശം, ഫലസ്തീൻ നല്ല, ഏതെങ്കിലും ഒരാൾ ബാഡ്, നല്ലത്, ഒരു അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് കളിക്കുന്നത് നമുക്ക് എന്തല്ല ഇഷ്ടമല്ല. ഒന്നാകുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സ് പ്രിഫർ ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും മാറ്റങ്ങളെക്കാൾ സ്ഥിരതയാണ് ഇഷ്ടം. ഒരു ജോലി, പിന്നെ അങ്ങനെ നല്ല സന്തോഷം, അങ്ങനെ പോകുന്നതാണ് ഇഷ്ടം. മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തുണ്ടാവും? നമ്മളെ മനസ്സിന് വല്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെ നമുക്ക് കുറേ കാരണങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഒരു കാരണം പറഞ്ഞാൽ നമുക്ക് എന്താണ്? സംതൃപ്തമാണ്. പക്ഷെ ജീവിതവും ലോകവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തതകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് കാണാൻ പറ്റും. ഇത് ഖുർആൻ നിരന്തരമായിട്ട് പറയുന്നത്. ഖുർആൻ ഇത് പറയുന്നത് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അധികം ആൾക്കാർക്കും ലോകത്തെയും ജീവിതത്തെയും വിശ്വാസികൾക്കടക്കം ലോകത്തെയും ജീവിതത്തെയും മനസ്സിലാകാത്തതെന്ന് ഖുർആൻ നിരന്തരമായിട്ട് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അതിലൊരായത്താണ് ഹുലിക്കൽ ഇൻസാനു മിൻ അജൽ എന്നല്ല പറയുന്നുണ്ട്. മനുഷ്യനെ ധൃതി ഉള്ളവനായിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിട്ടുള്ളത്? സൃഷ്ടിച്ചിട്ടുള്ളത്. ധൃതി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് മനസ്സിലാകാതെ ഏതെങ്കിലും ഒരു എക്സ്ട്രീമിൽ പോകും. സൂറ റൂമിൽ ഒരായത്തുണ്ട്. ഇത് പറയുമ്പം ഈ വ്യത്യസ്തതകൾ കുറേ കൂടെ നമുക്ക് മനസ്സിലാവും. സൂറ റൂമിൽ
ഫഇൻ അസാബ ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി ഇദാഹും യസ്തബ്ശിറൂൻ. തൻ്റെ ദാസന്മാർക്ക് മഴ എത്തിച്ചു കൊടുത്താൽ അവരെന്ത് ചെയ്യും? സന്തോഷിക്കും. മഴ ഇങ്ങനെ നമുക്ക് കുറേ നല്ല മഴയൊക്കെ വന്നിട്ട് മഴ ഭൂമിയിൽ വരുന്നു, കൃഷി ഉണ്ടാവുന്നു, ആൾക്കാരെന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് സന്തോഷിക്കും. വഇൻ കാനൂ മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ. ഇതേ ആൾക്കാർ മഴയില്ലാതെ വരൾച്ച ഉള്ള സമയത്ത് ഭയങ്കര ദുഃഖത്തിലായിരുന്നു. അള്ളാഹ് വിമർശനമായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മഴ ഉണ്ടാകുമ്പോൾ സന്തോഷം ഭയങ്കരവും, മഴയില്ലാത്തപ്പം ആ കാലത്തെ തന്നെ നമ്മൾ പഴിചാരുകയും ചെയ്യുന്നത്. ഇത് രണ്ടും അൽഹക്ക വ അബ്ക, ഇത് രണ്ടും ആരാ ഉണ്ടാക്കിയത്? അള്ളാഹു ആണ് എന്ന് മനസ്സിലാക്കാതെ നമ്മളൊരു വിഷമത്തിൽ, ജോലി ഉണ്ടാവുമ്പം ഭയങ്കര സന്തോഷവും ജോലി ഇല്ലാതാവുമ്പം ദുഃഖിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു സ്റ്റേജ് ഉണ്ട്. അതെന്താണ്? ഇത് രണ്ടും തന്നവൻ അള്ളാഹു ആണ് എന്ന് വിചാരിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യും? ഒരു സ്റ്റെബിലിറ്റി. എന്നിട്ട് അള്ളാഹ് പറയാണ്, വലഇൻ അർസൽനാ റീഹൻ ഫറൗഹു മുസ്ഫറ ലളല്ലൂ മിൻ ബഅദിഹി യക്ഫുറൂൻ. ഇനി ഇവന് ഇങ്ങനെ മഴ കൊടുത്തിട്ട് അതിനുശേഷം ഒരു കാറ്റയച്ചിട്ട് അവൻ്റെ കൃഷി പിന്നെ ഫുള്ള് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവന് കുഫ്ർ ചെയ്യും. ഇതേ ആൾക്കാരുടെ വ്യത്യസ്ത ഭാവങ്ങൾ അള്ളാഹ് പറയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫഇന്നക ലാ തുസ്മിഉൽ മൗത വലാ തുസ്മിഉ സുമ്മ ദുആ. നിനക്കൊരിക്കലും മരണതുല്യനായവരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കേൾപ്പിക്കാൻ കഴിയില്ല. നമ്മളെ പ്രശ്നവും ഇതാണ് എന്ന് കാണാൻ കഴിയും. വ്യത്യസ്തതകളെ ഓരോ സ്റ്റേജ് വരുമ്പം ഇത് തന്നെയാണ് ഞാൻ എന്ന് വിചാരിക്കുന്നിടത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ജീവിതത്തെ മനസ്സിലാക്കാത്തത് എന്ന് കാണാൻ പറ്റും. സൂറ നിസായിൽ അള്ളാഹു പിന്നെ വിശ്വാസികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു യുദ്ധ സന്ദർഭത്തിൽ ധാരാളം പേര് മരണപ്പെട്ടപ്പം, വഫാത്തായപ്പം അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന പിന്നെ ഒരു സംഭവം, പിന്നെ വഇൻ തുസിബുഹും ഹസനത്തും യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാ. അവർക്ക് കുറേ ഹസനത്ത് നല്ല കാര്യങ്ങൾ വന്നപ്പോൾ അവർ പറയുന്നത് അൽഹംദുലില്ലാ, ഇതൊക്കെ പടച്ചോൻ്റെ അടുത്താണ്. വഇൻ തുസിബുഹും സയ്യിഅത്തും യഖൂലു ഹാദിഹി മിൻ ഇൻദിക്. പ്രവാചകനോട് പറയുന്നത് പിന്നെ പ്രശ്നം വന്നപ്പോൾ എന്ത് പറയും? നീ കാരണമാണ്, നീ ഈ യുദ്ധത്തിനൊക്കെ കൊണ്ടുപോയിട്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ വന്നത് എന്ന് പറഞ്ഞിട്ട് ആകെ കൂടെ എന്ത് ചെയ്യും? മാറും. എന്നിട്ട് അള്ളാഹ് പറയാണ്, കുല്ലും മിൻ ഇൻദില്ലാ. എല്ലാ സംഭവങ്ങളും ആര് കാരണമാണ് വരുന്നത്? അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് വരുന്നത്. ഫമാലി ഹാ ഉലാഇൽ ഖൗമു ലാ യഖാദുന എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഈ സ്വഭാവത്തെയാണ് അവിടെ പറയുന്നത്. സൂറ ഹൂദിൽ പിന്നെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കുഫറിലേക്ക് നയിക്കും എന്നല്ല പറയുന്നത്. വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ സുമ്മ നസഅനാഹാ മിൻഹു ഇന്നഹു ലയഊസുൻ കഫൂർ എന്നാണ്. സന്തോഷത്തിന് ശേഷം ഒരാൾക്ക് ദുഃഖം കൊടുക്കുമ്പം, വളരെ ഇഷ്ടമുള്ള ഒരാൾ മരണപ്പെട്ടു പോകുമ്പം, വലിയ പ്രതിസന്ധികൾ വരുമ്പം മനുഷ്യൻ അള്ളാനെ തന്നെ നിഷേധിക്കുന്നതിലേക്ക് പോകുന്നതിനെ പിന്നെ വിമർശിക്കാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൂറത്ത്, ഈ ആയത്ത് മുഴുവൻ പറയുന്നത് പോലെ തന്നെ അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നതും കരയിക്കുന്നതും, അള്ളാഹുവാണ് മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും എന്ന വ്യത്യസ്തതകൾ രണ്ടും അള്ളാൻ്റെതാണ്, നമുക്ക് മനസ്സിലാത്തതാണ് എന്ന് കാണാൻ കഴിയും. അപ്പം ഇതാണ് എന്തുകൊണ്ടാണ് നമുക്ക് ഹിദായത്ത് ആവശ്യം, വഹി ആവശ്യം എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും ശരിക്കും എന്തുണ്ട്? ഇതിലുണ്ട്. നിങ്ങൾക്ക് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് ഇല്ലെങ്കിൽ ഈ ജീവിതം നമുക്ക് മനസ്സിലാവില്ല. ജീവിതം അല്ലെങ്കിലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമാണ് നമ്മുടെ മുന്നിൽ വരിക. നമ്മളിങ്ങനെ എല്ലാം പ്രതീക്ഷിച്ച് വളരെ പ്ലാൻഡായി നിൽക്കുമ്പോഴാണ് ഒരു തലവേദനയിലെ എല്ലാ പരിപാടികളും തീരും. നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്ത് പോകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, വണ്ടിൻ്റെ പഞ്ചറായിട്ട് നമുക്കിത് മനസ്സിലാവില്ല. നമുക്കതിനെ എന്ത് ചെയ്യുക, ഉൾക്കൊള്ളാൻ, ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഒരു മരണം, ഒരു ജോലി നഷ്ടം, ഒരു വലിയ നഷ്ടങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഹിദായത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കിയ ഈ പ്രപഞ്ചം, ഇത്രയും വ്യത്യസ്തതകളുള്ള പ്രപഞ്ചത്തെ എങ്ങനെ നോക്കിക്കാണണം എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ്റെ റോള് എന്ന് പറഞ്ഞാൽ. ഖുർആൻ്റെ റോള്, ഹിദായത്തിൻ്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടച്ചവൻ ഉണ്ടാക്കിയ ഈ ലോകത്തിൻ്റെ സ്വഭാവം ആർക്ക് മാത്രമേ അറിയുള്ളൂ? അള്ളാഹ്ക്കേ അറിയുള്ളൂ. അങ്ങനെയുള്ള ലോകത്തെ എങ്ങനെ നോക്കിക്കാണണം എന്ന്. മനുഷ്യൻ്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്? മനുഷ്യന് ഇങ്ങനെ കുറേ മാറ്റങ്ങൾ ഇഷ്ടമല്ല. അങ്ങനെ ഇഷ്ടമില്ലാത്ത മനസ്സിനെ ഇതിൽ പിടിച്ചു നിർത്താൻ ആണ് ഹിദായത്തിൻ്റെ ആവശ്യം എന്ന് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് സൂറത്ത് തഗാബുനിൽ അള്ളാഹു മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, എല്ലാ മുസീബത്തും അള്ളാഹുവിൻ്റെ അനുമതി ഇല്ലാതെ എന്ത് ചെയ്യൂല, ഈ ലോകത്ത് വരികയില്ല. വമൻ യുഅ്മിൻ ബില്ലാഹി, ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യഹ്ദി ഖൽബഹു, അവൻ എന്ത് ചെയ്യും? ആ ഹൃദയത്തെ ആ സിറ്റുവേഷനിൽ എങ്ങനെ നിലപാടെടുക്കണമെന്ന് വഴികാട്ടും. ഇതാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ
മുസീബത്ത് വരുമ്പം, പ്രശ്നങ്ങൾ വരുമ്പം, മാറ്റങ്ങൾ വരുമ്പം, പല പല വ്യത്യസ്തതകൾ വരുമ്പം നമുക്ക് എങ്ങനെ നിലപാടെടുക്കണം എന്ന് നമ്മളെ കൽബിനെ അള്ളാഹു എന്ത് ചെയ്യും? ഈമാൻ ഉണ്ടെങ്കിൽ അതിന് നമ്മളെ നയിക്കുമെന്നാണ്. സൂറ മാരിജിൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു ആയത്തുണ്ട്. ഇന്നൽ ഇൻസാന ഹുലിക ഹലൂവ, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അക്ഷമനായിക്കൊണ്ടാണ്. ഈ അക്ഷമ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഏതെങ്കിലും സിറ്റുവേഷൻ മാറുമ്പോൾ നിൽക്കാൻ കഴിയില്ല, അത്രയും ക്ഷമയില്ലാത്തവനാണ്. ഇതാ മസ്സഹു ഷർറു ജസുവ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പൊറുതികേട് എന്ത് ചെയ്യും? അവൻ കാണിക്കും. ഇതാ മസ്സഹുൽ ഹൈറു മനുഅ, നന്മ നൽകിയാലും ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ എന്ത് ചെയ്യും? അത് പിടിച്ചു വെക്കും. രണ്ട് തെറ്റായ നിലപാടുകൾ. ഇവിടെ അള്ളാഹ് പറയാണ്, ഇല്ലൽ മുസല്ലീൻ, നമസ്കാരക്കാരൊഴികെ എന്ത് ചെയ്യൂല? ഈ അക്ഷമ കാണിക്കില്ല. എന്താണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ? നമസ്കാരം നമ്മളെ ഒരു പോയിന്റിൽ പിടിച്ചു നിർത്തുകയാണ്. ഏതാണ് ആ പോയിന്റ്? ഈ രണ്ട് വ്യത്യസ്തതകൾക്കിടയിൽ നമ്മൾ എങ്ങനെ നിൽക്കണം എന്ന പോയിന്റിൽ നമസ്കാരം നിർത്തുകയാണ് എന്ന് കാണാൻ പറ്റും. സൂറ ഹദീദിൽ തന്നെ ഖദറിനെ കുറിച്ച് പറയുന്ന ഒരു ആയത്തുണ്ട്. എന്താണ്, എല്ലാ മുസീബത്തുകളും അള്ളാഹിൻ്റെ അനുമതി ഇല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹ് എന്തിനാണ് നമ്മളോട് ഇത് പറയുന്നത് എന്ന് പറയുന്നത്, ലി കൈലാ തഅസൗ അലാ മാ ഫാതകും വലാ തുഫ്റഹു ബിമാ ആതാകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ അതിയായി ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ മതിമറന്ന് സന്തോഷിക്കാതിരിക്കാനുമാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ് മുസീബത്തും അനുഗ്രഹങ്ങളും എല്ലാം എന്ന് പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എന്ന് കാണാൻ പറ്റും. ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഈ ഒരു പ്രശ്നമുണ്ട്. ഇസ്ലാം നിങ്ങൾ നോക്കി നോക്കുക, കുടുംബജീവിതം പറയുന്നതോടൊപ്പം തന്നെ സന്യാസം പറയും. സന്യാസം എന്ന് പറഞ്ഞാൽ ഏതോ കാട്ടിപ്പോയി നിൽക്കുന്നതല്ല. കുടുംബത്തെ ബാങ്ക് കൊടുത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്യാരക്ടർ പറയുന്നത്, ഭാര്യമാരോടൊത്ത് ഏറ്റവും പ്രണയത്തിൽ നിൽക്കുമ്പോഴും ബാങ്ക് കൊടുത്താൽ പ്രവാചകനെ പിന്നെ എന്ത് ചെയ്യൂല? ആ ഭാഗത്ത് കാണൂല. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ബന്ധം പറയുന്ന അതേ ഇസ്ലാം തന്നെ അള്ളാഹ്ക്ക് ശേഷം താഴെ മാത്രമേ അത് പരിഗണിക്കാൻ പാടുള്ളൂ എന്ന ആത്മീയതയും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അത് യുദ്ധം പറയുന്ന അതേ ഇസ്ലാം തന്നെ സമാധാനത്തെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇസ്ലാം മനസ്സിലാക്കാനുള്ള പാടും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യത്യസ്തതകൾക്കിടയിലുള്ള ഒരു വസീത്തിയത്ത് ഇസ്ലാം പറയുന്നത് കൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ആയത്തുകളുടെ ബഗോവിച്ച് ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആ പ്രയോഗത്തിൻ്റെ ഇതന്നെ എന്താണ്? ഈസ്റ്റിൻ്റെ ആത്മീയതയും വെസ്റ്റിൻ്റെ ഭൗതികതയും രണ്ടും അടങ്ങിയിട്ടുള്ള അതിൻ്റെ ഇടയിലുള്ള ഒന്നാണ് ഇസ്ലാം എന്ന് പറയുന്നിടത്താണ് ഇത്. അപ്പം ഈ ആയത്തുകൾ ഈ 43 മുതൽ 55 വരെയുള്ള സൂറ നജ്മിൻ്റെ ഈ ആയത്തുകൾ എടുത്തിട്ട് ഒന്ന് വെറുതെ ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ ചിരിയും കരച്ചിലും, ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന വ്യത്യസ്തമായ ഈ ഭാവങ്ങളെക്കുറിച്ച് പറയുകയും ആ ഭാവങ്ങളോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. അതേപോലെ തന്നെ ഈ വ്യത്യസ്തതകളെ തെറ്റായിട്ട് മനസ്സിലാക്കിയ കുറേ സമൂഹങ്ങളുടെ ഉദാഹരണം അള്ളാഹു എന്ത് ചെയ്യുന്നു? അവിടെ പറയുന്നു എന്നാണ്. എന്താണ് ഈ ആയത്തുകൾക്ക് നമുക്ക് തരുന്ന ജീവിത പാഠം എന്ന് വെച്ചാൽ, ഈ ആയത്തുകളെ നമ്മളെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം, വെറുതെ ഇരുന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഈ ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. വെറുതെ റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പലതരം മനുഷ്യർ, വല്ലാതെ ദേഷ്യം പിടിക്കുന്ന ആൾക്കാർ, ക്ഷമയുള്ള ആൾക്കാർ, പലതരം മനുഷ്യർ, പല 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 നിലപാടുള്ളവർ. വെറുതെ ഒന്നും ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ, ചന്ദ്രൻ, സൂര്യൻ, പക്ഷികളെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പലതരം പക്ഷികൾ, എന്ന് വെച്ചാൽ പൂക്കളെ നോക്കിക്കഴിഞ്ഞാൽ സുഗന്ധമുള്ളതും ഇല്ലാത്തതുമായ ഇത് മാത്രം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ പടച്ചവനോട് ഹംദ് പറയാതെ ഒരു നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി വെറുതെ നിങ്ങൾ ഗൂഗിളിലോ ഏതെങ്കിലും രീതിയിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, എങ്ങനെയാണ് പടച്ചോൻ കൃത്യമായി തണുപ്പും ചൂടും, നിങ്ങൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ മരുഭൂമിയുള്ള സ്ഥലങ്ങളുണ്ട്, വളരെ തണുപ്പുള്ള സ്ഥലങ്ങളുണ്ട്. രണ്ട് സ്ഥലങ്ങളും എക്സ്ട്രീം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളും ഇല്ലെങ്കിൽ ഈ ഭൂമിക്ക് തന്നെ നിലനിൽക്കാൻ കഴിയില്ല. ആ അത്ഭുതത്തെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് ഈ ആയത്തുകൾ വെച്ച് നമ്മൾ ചെയ്യേണ്ട ഒന്ന്. അതിലൂടെ അള്ളാനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്, നമ്മളിനി എന്തൊക്കെ തലകുത്തി മറിഞ്ഞാലും, നമ്മൾ എത്രയൊക്കെ നിയന്ത്രിക്കാൻ നോക്കിയാലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റിയാണ്. എന്ന് വെച്ചാൽ നമ്മളെ കൺട്രോളല്ല. ഒരു ദിവസം സന്തോഷമാണെങ്കിൽ അടുത്ത ദിവസം അത് ദുഃഖം നമുക്ക് നൽകും.
ഒരു ദിവസം നമുക്ക് ആരോഗ്യമാണെങ്കിൽ അടുത്ത ദിവസം നമുക്ക് തലവേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ദിവസം എല്ലാം നിറഞ്ഞ ഹിന, എല്ലാം നിറഞ്ഞതാണെങ്കിൽ മറ്റൊരു ദിവസം എല്ലാം നഷ്ടപ്പെടുന്നതാണ്. ഈ ലോകത്തിൻ്റെ സ്വഭാവം അതാണ്. അള്ളാഹ്ക്ക് അതിൻ്റെ യുക്തി ഉണ്ട് എന്ന് ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞു വെക്കുന്ന മതമാണ് ഇസ്ലാം. നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മൾ വിചാരിക്കുന്നത് ഖിലാഫത്തിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഖിലാഫത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ്. 35 വർഷം കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുന്നത്, ആ മൊത്തം സൊസൈറ്റി വേറെ സ്ഥലത്തേക്ക് പിന്നെ വേറെ ഇതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മാറ്റങ്ങൾ എന്ന് പറയുന്നതും വ്യത്യസ്തതകൾ എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. മൂന്നാമത്, ഇങ്ങനെ മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് അന്നഹു അൽഹക്ക വ അബ്ക, സന്തോഷവും ദുഃഖവും അവൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് ഈമാനോടുകൂടി ഉറച്ച് വിശ്വസിക്കലാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ പണി. സന്തോഷം വരുമ്പം അള്ളാഹ്ക്ക് അൽഹംദുലില്ലാ പറയുകയും ദുഃഖം വരുമ്പോൾ നേരെ മുഖം തിരിക്കുകയും ചെയ്യുന്നത് എന്തല്ല, ഈമാനിൻ്റെ ലക്ഷണമല്ല. ഈമാൻ അള്ളാഹിനെ തിരിയാത്ത, ഇസ്ലാം തിരിയാത്ത, ജീവിതം തിരിയാത്തതിൻ്റെ പ്രശ്നമാണ്. വ്യത്യസ്തതകളെ പ്രതീക്ഷിക്കുകയും മാറ്റങ്ങളെ പ്രതീക്ഷിക്കുകയും ആ മാറ്റം വരുമ്പം ഇത് അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ് മൂന്നാമത് ചെയ്യേണ്ടത്. നാലാമത്, ആകെക്കൂടെ നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒരു കൈത്താങ്ങ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഖുർആനാണ്, അള്ളാഹിൻ്റെ ഹിദായത്താണ്. ഖുർആനിൽ നമ്മളിതിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുമ്പം നമുക്ക് ഇത്തരം വ്യത്യസ്തതകളെ അഭിമുഖീകരിക്കാനുള്ളൊരു ശക്തി കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഏറ്റവും അവസാനം, നിലപാടുകളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സംഭവങ്ങളിലല്ല എന്നുള്ളതാണ് അവസാനത്തെ പാഠം. നമ്മളെ പ്രശ്നം നമ്മൾ സംഭവങ്ങളിലാണ് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് നടന്നത്, അതൊക്കെ അനലൈസ് ചെയ്യണം, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ആ പണിയൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്താലും സംഭവങ്ങൾ ഒരു പരിധിക്കപ്പുറം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ആ സംഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു നോക്കുന്നത്. അത് തന്നെയാണ് ഈ ആയത്തുകൾ പഠിപ്പിച്ചു തരുന്നത് എന്ന് കാണാൻ പറ്റും. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമുക്ക് ഈ ജീവിതത്തെ മനസ്സിലാക്കാനും അതിൻ്റെ വ്യത്യസ്തതകളെ മനസ്സിലാക്കാനും അതറിഞ്ഞുകൊണ്ട് പടച്ചവനോട് മനസ്സറിഞ്ഞ് ഹംദ് പറയാനുമുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പടച്ചവൻ എല്ലാ വ്യത്യസ്തതകളും മാറ്റങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ളൊരു ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ആ വ്യത്യസ്തതകളിലൊക്കെ അവനെ കണ്ടെത്താനുള്ളൊരു തിരിച്ചറിവ് പടച്ചവൻ നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.